ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നജസുകൾ 3 ഇനമുണ്ട് എന്നും ഗൗരവമുള്ള നജസ് ആണ് നായപ്പന്നി, അതിനെ എങ്ങനെ വൃത്തിയാക്കണമെന്നും നാം പഠിച്ചു. ഇനി ഗൗരവം കുറഞ്ഞ ലഘുവായ നജസ് ഉണ്ട്, മധ്യ നിലവാരമുള്ള നജസും ഉണ്ട്. അതിൽ ലഘുവായ നജസിനെ എങ്ങനെ വൃത്തിയാക്കണം എന്ന ചർച്ചയാണ്. ഏതാണത് ലഘുവായ നജസ്? ഗൗരവമുള്ള നായപ്പന്നി. ലഘുവായ നജസ് അതാണ് ആൺകുട്ടിയുടെ മൂത്രം. 2 വയസ്സ് തികയാത്ത ആൺകുട്ടികളുടെ മൂത്രം. പാലല്ലാതെ ആ കുട്ടി ഭക്ഷിച്ചിട്ടില്ല. മരുന്ന് ഭക്ഷിച്ചാല് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണമായി പാലല്ലാതെ ഉപയോഗിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടികളുടെ മൂത്രമാണ് ഗൗരവം കുറഞ്ഞ മുഖഫഫായ നജസ്. അപ്പൊ 2 വയസ്സ് കഴിഞ്ഞാലോ അത് ലഘുവായ നജസ് അല്ല, മറിച്ച് മധ്യനിലവാരമുള്ള മൂത്രമാണ്, നജസാണ്. പെൺകുട്ടികളുടേത് മധ്യനിലവാരം ഉള്ളതാണ്, ലഘുവായ നജസ് അല്ല. അതിന്റെ നിയമം പിന്നീട് പറയും. അപ്പോൾ പാലല്ലാത്ത ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 വയസ്സിന് മുമ്പ് തന്നെ, എങ്കിലും ആ മൂത്രം ലഘുവായ മൂത്രം അല്ല, നജസ് അല്ല, ലഘുവായ നജസ് അല്ല. അത് മധ്യനിലവാരമുള്ള മുത്തവസ്സിത്തായ നജസ് എന്ന് പറയും. അപ്പോൾ ലഘുവായ നജസ് അതാണ് പാലല്ലാതെ ഭക്ഷിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം. ആ മൂത്രം ആയാൽ ആ കുട്ടി മൂത്രം ഒഴിച്ചു നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ, അങ്ങനെയുള്ള കുട്ടി മൂത്രം ഒഴിച്ചാൽ എങ്ങനെയാണ് വൃത്തി? മരുന്ന് കൊടുത്തിട്ടുണ്ട് ഉസ്താദേ കുട്ടിക്ക് ഗുളിക, അത് കുഴപ്പമില്ല, അതും ലഘു തന്നെയാണ്. മരുന്ന് ഭക്ഷണമല്ലല്ലോ. അങ്ങനെ നമ്മളെ ഡ്രസ്സിൽ മൂത്രം ഒഴിച്ചു കുട്ടി, ആൺകുട്ടി, ഈ പറഞ്ഞ ആൺകുട്ടി എന്ത് ചെയ്യും? ആ മൂത്രത്തിന്റെ തടി നല്ല പീഞ്ഞ് എന്ത് ചെയ്യണം? മൂത്രത്തിന്റെ തടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ല പീഞ്ഞിട്ട് ആ മൂത്രത്തിന്റെ തടി വസ്ത്രത്തിൽ നിന്നും എടുത്ത് കളയണം. നമ്മളെ തറയിലാണെങ്കിൽ, വീട്ടിന്റെ തറയിലാണെങ്കിൽ അവിടുന്ന് ആ വെള്ളം, ആ മൂത്രം അവിടുന്ന് എടുത്ത് ഒഴിവാക്കണം, എടുത്ത് അവിടുന്ന് മാറ്റണം. അപ്പൊ മൂത്രമൊക്കെ ഒപ്പിയെടുത്തു, ഡ്രസ്സൊക്കെ ഒന്ന് പീഞ്ഞ് എന്താക്കി, അതിന്റെ ആ വലിക്കുന്ന ആ മൂത്രമൊക്കെ എടുത്ത് അവിടുന്ന് മാറ്റി. ഇനി അതിന്റെ നനവ് അവിടെ ഉണ്ടല്ലോ, കഴുകിയിട്ടില്ലല്ലോ. അവിടെയാണ് നമ്മൾ പറയാനുള്ളത്, എന്ത് ചെയ്യണം? ആ മൂത്രമായ സ്ഥലങ്ങൾ മുഴുവനും വെള്ളം എത്തുന്ന നിലക്ക് 1 തവണ വെള്ളം ഒഴിക്കണം. ഒറ്റ തവണ അവിടെ നിന്നിട്ടുണ്ട് വെള്ളം ഒഴിച്ച, തോനെ വെള്ളം നിൽക്കണ്ട. വെള്ളം അവിടെ നിന്നായിട്ട് വ്യാപിക്കുന്ന, ആ മൂത്രമായ സ്ഥലം മുഴുവനും വെള്ളം വ്യാപിക്കുന്ന നിലക്ക് ഒറ്റ തവണ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഒരു പണിയില്ല, അത് കഴിഞ്ഞു, വൃത്തിയായി. ആദ്യം തടി നീക്കണം, എന്നിട്ടായിരിക്കണം ഇത് ചെയ്യുന്നത്. ഇതാണ് ആൺകുട്ടികളുടെ. പെൺകുട്ടികളുടെ മൂത്രവും പാല് അല്ലാത്ത മറ്റു ഭക്ഷണം കൊടുത്ത ആൺകുട്ടികളുടെ മൂത്രവും ഇതിൽ പെടില്ല. 2 വയസ്സ് തികഞ്ഞത് പെടില്ല. മനസ്സിലാക്കാം. അതൊക്കെ ഇനി വരും. അടുത്ത മൂന്നാമത്തെ നജസ് മധ്യം നിലവാരമുള്ള നജസ്. നമ്മുടെ സാധാ നജസുകൾ, കാഷ്ടം, മൂത്രം, രക്തം, ജലം, ഇതുപോലെയുള്ള സാധാ നജസുകൾ പോലെ തന്നെയാണ് പെൺകുട്ടികളുടെ മൂത്രവും 2 വയസ്സ് തികഞ്ഞ ആൺകുട്ടികളുടെ മൂത്രവും. പാലല്ലാത്ത ഭക്ഷിച്ച 2 വയസ്സ് തികയാത്ത ആൺകുട്ടികളുടെ മൂത്രമൊക്കെ മധ്യനിലവാരമുള്ളതാണ്. അത് ലഘുവല്ല. വെള്ളം ഒഴിച്ച് എന്നതുകൊണ്ട് മാത്രം അത് വൃത്തിയാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മധ്യനിലവാരമുള്ള നജസിനെ പറ്റിയുള്ള ചർച്ച അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.